നമ്മളെത്തി അവിടെ അമോറ പസഫിക്കിലെത്തി. കൊറിയയിലെ കോസ്മെറ്റിക് കിങ് ആയിട്ടുള്ള അമോറ പസഫിക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഒരു കളർ പാലറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ ഷെയ്ഡ് നമ്മൾ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. നല്ലോണം ബ്ലെൻഡ് ആവേണ്ടിട്ടത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ ഒരു വ്ലോഗ് എടുക്കാമെന്ന്. സമയം ഒരു 12 മണിക്ക് ആയി. അപ്പോൾ കുറേ പേരൊക്കെ കൊറിയയിലെ വെതർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഭയങ്കര ചൂടൊന്നുമില്ല. ഇപ്പം ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ആയി തുടങ്ങി. ഇനി നല്ല അടിപൊളി ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോഴും ഭയങ്കര ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങാം. അപ്പം ഞാനിന്ന് സബ്വേക്കാണ് പോണത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്, ഈ സൈഡിൽ. ഇവിടെയാണ് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണത്. അപ്പം യൂണിവേഴ്സിറ്റി മുന്നിലൂടെയാണ് ഞാൻ പോണേ. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ചിൽഡ്രൻസ് ഗ്രാൻഡ് പാർക്കാണ്. വലിയൊരു പാർക്കാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി പാർക്കാണത്. കൊറിയയിൽ ഇപ്പോൾ സമ്മറൊക്കെ മാറി നമ്മൾ ഫോൾ ആവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളിലെ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത മാസമായിരിക്കും ഇവിടെ അടിപൊളിയായിരിക്കും. ഫുള്ള് കളറൊക്കെ മാറ്റി എന്താ പറയുക, റെഡും യെല്ലോ ഒക്കെ ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ സ്പ്രിങ്ങും ഓട്ടമൊക്കെയാണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് അത്ര എന്താ പറയുക ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. വിൻ്ററാണെങ്കിൽ പിന്നെ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ ഇന്ന് കുറേ പേരൊക്കെ വിചാരിക്കും എങ്ങോട്ടാണ് യാത്ര എന്ന്. ഇന്ന് നമ്മൾ പോണത് കൊറിയയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൊറിയൻ കോസ്മെറ്റിക്സ്. ഇവിടെ കൊറിയൻ കോസ്മെറ്റിക്സിന്റെ പ്രൊഡക്റ്റേഴ്സ് ആയിട്ടുള്ള അമോറ പസഫിക്കിലേക്കാണ് നമ്മൾ പോണേ. അപ്പം നമ്മളിന്ന് സബ്വേയിലാണ് കേട്ടോ പോണത്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുള്ള ഡെസ്റ്റിനേഷനിലേക്ക്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും അതുപോലെ നമ്മുടെ കുഞ്ഞു ഭാവിയും ഹെൻസും ഉണ്ട് കേട്ടോ. ഹെൻസു സബ്വേ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്വേ നമ്മുടെ അല്ല, നമ്മുടെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ സബ്വേന്ന് എക്സിറ്റ് എടുത്തു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. വലിയൊരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പം നമ്മളെത്തി അവിടെ അമോറ പസഫിക്കിലെത്തി. കൊറിയയിലെ കോസ്മെറ്റിക് കിങ് ആയിട്ടുള്ള അമോറ പസഫിക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. വലിയൊരു ബിൽഡിംഗ് ആട്ടോ. ഇതിന്റെ ഉള്ളിൽ അടിപൊളിയാണ്. ഫുള്ള് കുറെ 2-3-4 ഫ്ലോറൊക്കെ ആയിട്ട് ഫുൾ ലൈറ്റിങ്ങും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാം. ഇവർക്ക് ഒരുപാട് സബ് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. അപ്പം അവരുടെ എല്ലാ പ്രൊഡക്ട്സും അതുപോലെ പുതിയ ലോഞ്ച് ചെയ്ത പ്രൊഡക്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ വന്നിരിക്കുന്നത് അമോറ പസഫിക്കിന്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ടോൺ വർക്ക്. അതായത് ഫൗണ്ടേഷൻ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ചേർന്നത് അതാണ് ഇവരുടെ ടോൺ വർക്ക് എന്ന് പറഞ്ഞ് ഇവർ ലോഞ്ച് ചെയ്ത പുതിയ ബ്രാൻഡ്. അപ്പൊ ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് വന്നത്. ഫൈനലി നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇതുപോലൊരു കളർ പാലറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ ഷെയ്ഡ് നമ്മൾ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഇതിന്റെ സൈഡിലായിട്ട് ഈ ഷെയ്ഡിന്റെ ഒക്കെ ഡെമോയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. 31, 32 ഇതായിരിക്കും അല്ലേ. ഇത് ഭയങ്കര ഈസി പ്രൊസീജിയറാണ്. ഒരു കിയോസ്ക് പോലെയൊക്കെയാണ്. പുറത്തിങ്ങനെ നമുക്കൊരു സിസ്റ്റം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ സ്കിൻ കൺസേൺസും ഒക്കെ ഇതിൽ കൊടുക്കണം. അവർ ചോദിക്കും കേട്ടോ, സ്കിൻ ടെക്സ്ചർ എങ്ങനത്തെ സ്കിന്നാണ്, സ്കിൻ ടോൺ എങ്ങനെയാണ്, നിങ്ങളുടെ കൺസേൺ എന്താണ്, പോസ് ആണോ, റിങ്കിൾസ് ആണോ, ആക്നെ ആണോ ഒക്കെ തന്നെ ചോദിക്കും കേട്ടോ വിശദമായിട്ട്. അപ്പൊ നമ്മുടെ കൺസേൺസും എല്ലാം നമുക്ക് കൊടുക്കാം. ശേഷം അവര് നമുക്കൊരു അവിടെ തന്നെ തൊട്ടടുത്തായിട്ട് ടേബിളിന് തൊട്ടടുത്ത് തന്നെ ഒരു പാലറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ ടോൺ അവർ മെഷർ ചെയ്യും. ഫസ്റ്റ് സ്കിൻ ടോൺ എല്ലാം മെഷർ ചെയ്ത ശേഷം നമ്മുടെ ടോൺ ആ സ്ക്രീനിൽ കാണിക്കും. അപ്പം അങ്ങനെ നമുക്ക് ടോൺ നമുക്ക് പിന്നെയും അവർ ചോദിക്കൂട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൈറ്റർ വേണോ, ഡാർക്കർ വേണോ. അപ്പൊ നമുക്ക് എല്ലാ ടോണും കൊടുത്ത് നമ്മുടെ കൺസേൺസ് എല്ലാം കൊടുത്ത് ഫൈനൽ അവര് ഒരു ടോൺ പറയും. അപ്പൊ നമുക്കത് പ്രിന്റ് എടുത്ത ശേഷം നമുക്ക് നമ്മുടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതാണ് അവരുടെ പ്രൊസീജിയർ, ടോട്ടൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ ഷെയ്ഡ്സും ഇവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ മാറ്റ് ഫിനിഷിലും ഉണ്ട്, ഷിയർ ഗ്ലോ ഫിനിഷിലും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ഡയറക്റ്റ് വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. കൊറിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാട്ടോ, നിങ്ങളുടെ കറക്റ്റ് സ്കിൻ ടോൺ കിട്ടും. പിന്നെ ഷെയ്ഡ് സെലക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ സ്റ്റാഫും നമുക്ക് അവരുടെ ഹെൽപ്പും കിട്ടും കേട്ടോ. അവരാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കറക്റ്റ് ടോണൊക്കെ കണ്ടുപിടിക്കാനും നമ്മുടെ ഷെയ്ഡ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അവരുടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 1 മുതൽ 50 വരെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഷെയ്ഡ് വെറൈറ്റികളുണ്ട്. ഭയങ്കര കൺഫ്യൂസിങ് ആണ്, നമ്മൾ തൊട്ടടുത്ത് 2-3 ഷെയ്ഡുകൾ ഇടുമ്പോൾ എല്ലാം നമുക്ക് മാച്ച് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സ്റ്റാഫ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ കിട്ടും. പിന്നെ നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു നമ്മൾ വന്നത്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കസ്റ്റമൈസ് ഫൗണ്ടേഷൻ കൊണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇവിടെ ഈ കിയോസ്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് ട്രയൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നിൽക്കണത്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്ന് ട്രയൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഭയങ്കര മാജിക്കലാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ആയതുകൊണ്ട് നമുക്ക് ഇട്ടുന്നേ അറിയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ കൊറിയയിലുള്ളവരൊക്കെ എല്ലാവരും വന്നൊന്ന് എന്താ പറയാ മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ശരിക്കും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇവിടെ നിറയെ ഷെയ്ഡ് ഉണ്ട്, ഒരേ ഷെയ്ഡ് തന്നെ അടുത്തടുത്ത ഷെയ്ഡുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഇവരുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മളൊരു കളർ സെലക്ട് ചെയ്തത്. ഇതാണ് ഇവരുടെ ഷോപ്പ്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ചുറ്റി നടന്ന് നല്ല വിശപ്പുണ്ട് കേട്ടോ ഇപ്പോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുകയാണ് കേട്ടോ. ഈ ഒരു മോളിലാണ്, ഇവിടുത്തെ സെൻട്രൽ മോളിലാണ് വന്നിരിക്കണേ. ഹെൻസുന് ഫുഡ് വേണം. ഹെൻസു തളർന്നു പോയി. അപ്പൊ നമ്മള് അവിടെ പോയി നമ്മൾ ഓർഡർ കൊടുത്തു. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അവര് കസ്റ്റമൈസ്ഡ് ആണല്ലോ, അപ്പൊ അവരുണ്ടാക്കിയിട്ടാണ് നമുക്ക് തരിക. അപ്പൊ ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ മോംസ് ടച്ച് എന്ന് പറഞ്ഞ ബർഗർ ഷോപ്പിലാണ് വന്നത്. അപ്പൊ നമ്മൾ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും ഹെൻസൊക്കെ നല്ലോണം വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബർഗർ ഓർഡർ ചെയ്ത് വന്നോട്ടാ. അവര് നമ്മുടെ ഫോണിലേക്ക് റെഡി ആയി കഴിയുമ്പോൾ മെസ്സേജ് അയക്കും. മെസ്സേജ് ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഷോപ്പിലെത്തി അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, sorry guys. Okay. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടിട്ടോ. ഹെൻസുന് കിട്ടിയാ? ഹെൻസുന് കിട്ടി. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ കിട്ടിട്ടോ. ഇതില് നമ്മുടെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. കസ്റ്റമൈസ്ഡ് ആയത് കാരണം നമ്മുടെ പേര് എഴുതിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ശില്പ എന്ന് എഴുതിയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് കിട്ടി. നമ്മുടെ ഷെയ്ഡും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇതിലുണ്ടായിരിക്കും. 1 ഇയർ ആണ് നമുക്ക് ഇതിനൊരു ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് SPF പ്രൊട്ടക്ഷനും ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ഇനി വൈകുന്നേരം മാർട്ടിൽ പോവാൻ പോവാണ്. അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മൾ പോയ സംഭവമൊക്കെ നടന്ന് നമ്മൾ സാധനമൊക്കെ മേടിച്ച് വന്നു. ഇനി മാർട്ടിൽ പോയി വീട്ടിലേക്കുള്ള കുറച്ച് കാര്യം കൂടി മേടിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.